ഹായ് ഫ്രണ്ട്സ്, ഞാൻ മാത്സ് ഗുരു സലീം ഫൈസൽ. നാളെ നടക്കാൻ പോകുന്ന SSLC പരീക്ഷയിലെ മാത്സ് പരീക്ഷയിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തയ്യാറാക്കിയിരുന്നു. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കൊടുത്തിരുന്നു. പക്ഷെ അതിന്റെ ഡീറ്റെയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും നിങ്ങൾക്ക് വേണ്ടി ആൻസർ ഷീറ്റിന്റെ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. നോക്കൂ, ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 1 ഇങ്ങനെയാണ്. ഒരു സർക്കിള് ഈ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ 20 ഡിഗ്രിയാണ്. ഈ രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഇത് 20 ഡിഗ്രി ഉണ്ടാവും. ഇവിടെ 20യും 20യും ആകുമ്പോൾ ഇത് 140 ഡിഗ്രി ഉണ്ടാവും. കാരണം 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ഈ 140ന്റെ പകുതി ഇവിടെ 70 ഡിഗ്രി ആയിരിക്കും. ഇത് രണ്ടും കൂട്ടുമ്പോൾ 70ഉം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 180 ആണ്. അപ്പൊ ഇവിടെ 70 ആകുമ്പോൾ ബാക്കി ഇവിടെ 110 ഉണ്ടാവും. അങ്ങനെ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ആംഗിൾ 140 ഡിഗ്രി, രണ്ടാമത്തേത് കിട്ടിയത് 110 ഡിഗ്രി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 2 തന്നിരുന്നത് ഇങ്ങനെയാണ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, അതായത് ഫിഫ്ത് ടേം 5ാം പദം 42 പൊതുവ്യത്യാസം 5ഉമായ സമാന്തര ശ്രേണിയുടെ 6ാം പദം എന്ത്? 5ാം പദത്തിന്റെ കൂടെ ഡി കൂട്ടിയാൽ 6ാം പദം കിട്ടും. 42ന്റെ കൂടെ 5 കൂട്ടിയാൽ 47. പിന്നീട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ 100ാം പദം എന്ത്? 5ാം പദത്തിന്റെ കൂടെ 95 ഡി കൂട്ടിയാൽ 100ാം പദത്തിലേക്ക് എത്തും. 5ാം പദത്തിന്റെ കൂടെ 95 ഡി. 5ാം പദം 42 ആണ്. 95 × 5 475 കൂട്ടുമ്പോൾ 517 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 3 തന്നത് ഇങ്ങനെയാണ്. ഒരു ലൈന്, ഈ ലൈനിൽ 2 പോയിന്റ് തന്നിട്ടുണ്ട്. അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ. മിഡ് പോയിന്റ് കണ്ടുന്നത് 2ഉം 8ഉം കൂട്ടിയതിന്റെ പകുതി 2 + 8/2, അതായത് 10ന്റെ പകുതി 5. അതേപോലെ 4ഉം 10ഉം കൂട്ടിയതിന്റെ പകുതി 14ന്റെ പകുതി 7. അപ്പോ ഇതില് മിഡ് പോയിന്റ് കിട്ടി. പിന്നീട് പറയുകയാണെങ്കിൽ ഈ ലൈനിലെ ഒരു പോയിന്റ് കൂടെ കണ്ടെത്താനുള്ള മാർഗം 2 പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്. 2, 4ഉം 8, 10ഉം 2, 4ഉം 8, 10ഉം എങ്കിൽ അടുത്തൊരു പോയിന്റ് കാണണമെങ്കിൽ 2ന്റെ കൂടെ 6 കൂട്ടി അതിന്റെ കൂടെ വീണ്ടും 6 കൂട്ടുക 14. സമാന്തര ശ്രേണിയാക്കി എടുത്താൽ മതി. അതേപോലെ 4ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ 10 കിട്ടി. 10ന്റെ കൂടെ വീണ്ടും 6 കൂട്ടുക 16. അങ്ങനെ സമാന്തര ശ്രേണികളാക്കി എടുക്കുമ്പോൾ ഏത് പോയിന്റ് എത്ര പോയിന്റ് ഒരു ലൈനിൽ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് കണ്ടെത്താനുള്ള ഒരു ടെക്നിക്ക് ഇതാണ്. ഇനി നമുക്ക് അവസാനമായി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 4, 4ാമത്തെ ചോദ്യം. 4 ചോദ്യങ്ങളാണ് നമുക്ക് 2 മാർക്കിന് ഉണ്ടാവുക. അതിൽ 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു P(x) തന്നിട്ടുണ്ട്. P(2) കാണാൻ എളുപ്പമാണ്. x കാണുന്നിടത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 3 × 2², അതായത് 4 × 3 12. ഇവിടെ 14, ഇവിടെ 2, 12ഉം 4ഉം 14, 14 - 14 ആൻസർ 0. പിന്നീട് ചോദിക്കുന്നത് ഈ P(x)ന്റെ ഒരു ഫാക്ടർ, ഒരു ഘടകം കണ്ടെത്താനാണ്. P(2) 0 ആയതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് P(2) 0 ആയതുകൊണ്ട് x - 2 ഫാക്ടർ ആണ് എന്ന് ഒറ്റയടിക്ക് ആൻസർ കിട്ടും. ഇത്രയാണ് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഇനി നമുക്ക് 3 മാർക്കിന്റെ ചോദ്യങ്ങളുടെ ആൻസർ കാണാം. ഓക്കെ, ഹലോ. ഇനി നമ്മൾ അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 7th ടേം is 72 and 10th ടേം is 90. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമാന്തര ശ്രേണിയുടെ 7ാം പദം 72ഉം 10ാം പദം 90ഉമാണ് എങ്കിൽ അതിന്റെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എത്രയാണെന്നാണ്. കോമൺ ഡിഫറൻസ് കണ്ടെത്താനുള്ള മാർഗം ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. 90ന് 72 കുറയ്ക്കുക, 10ൽ നിന്ന് 7 കുറയ്ക്കുക, ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസർ 6 ആണ്. ഇനി അതേപോലെ തന്നെ can 24 a term of this sequence, ഈ സീക്വൻസിലെ ഒരു ടേം ആണ് 24 എന്ന് പരിശോധിക്കുക. അതിനുള്ള മാർഗം ഇതിന്റെ ഫസ്റ്റ് ടേം ഒന്ന് നോക്കുക. ഇതിന്റെ ഫസ്റ്റ് ടേം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ടേം കാണുന്നതിന് 7th ടേം 6d കുറച്ചാൽ മതി. ഫസ്റ്റ് ടേം 7th d 6d കുറക്കുക. 7th ടേം 72 ആണ്. അതിൽ നിന്ന് 6d, 6 × 6 36 കുറക്കുമ്പോൾ 72 - 36 ആണ് കിട്ടുന്നത്. ഫസ്റ്റ് ടേം 36 ആണ്. 36 എന്നാണ് സീക്വൻസ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 24 എന്ന് പറയുന്നത് ഇതിലെ ടേം അല്ല, നോ എന്നാണ് ആൻസർ കിട്ടുക. ഇനി നോക്കൂ, അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 7. ഒരു സ്ക്വയർ പിരമിഡ് ആണ് തന്നിരിക്കുന്നത്. ഈ സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ എഡ്ജ് പാർശ്വവക്ക് 13 സെന്റിമീറ്റർ, ബേസ് എഡ്ജ് 10 സെന്റിമീറ്റർ ആണ് എന്ന് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബേസ് എഡ്ജിന്റെ പകുതി 10ന്റെ പകുതി 5 ആണ് എങ്കിൽ നമുക്ക് കണ്ടെത്തേണ്ടത് ഇതിന്റെ സ്ലാന്റ് ഹൈറ്റ് ആണ്. ലാറ്ററൽ സ്ലാന്റ് ഹൈറ്റ്, അതായത് ചെരിവുയരം കാണുന്നതിന് ആദ്യ ഫോർമുല L² = E² = L² + A/2² ആണ്. അതിൽ നിന്ന് L² = E² - A/2² ഫോർമുല ഉപയോഗിക്കാം. അതായത് ഇതിന്റെ സ്ക്വയറിന് ഇതിന്റെ സ്ക്വയർ കുറയ്ക്കാം. നമുക്കറിയാം 13ഉം 5ഉം വരുന്ന പൈതഗോറൻ ട്രിപ്ലെറ്റില് 13 × 5 കൂടെ വരുന്ന നമ്പർ 12 ആണ്. 12 ആയിരിക്കും ഇതിന്റെ ആൻസർ. അവസാനമായി ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ക്വസ്റ്റ്യൻ. ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് A² + 2AL. A എന്ന് പറയുന്നത് 10 ആണ്. 10ന്റെ സ്ക്വയർ 100. 2 × 10 × L, L is 12. 240, 240ഉം 100ഉം കൂട്ടുമ്പോൾ 340. ഇനി നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യനില് റേഡിയസ് 3 സെന്റിമീറ്റർ
3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും 7 സെന്റിമീറ്റർ അകലെയുള്ള ഒരു ബിന്ദുവിൽ നിന്ന് ഒരു പി എന്നൊരു ബിന്ദു അടയാളപ്പെടുത്തുക. പി എന്ന ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക എന്നുള്ള ചോദ്യമാണ്. നമ്മൾ പല പ്രാവശ്യം ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. മറ്റു വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായ ചിത്രങ്ങൾ വരക്കാനുള്ള വീഡിയോയിൽ നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും. അതൊന്ന് നോക്കാം. മറ്റൊരു ചോദ്യം ഇതാണ്. ഒരു ചിത്രം തന്നിരിക്കുന്നു. ഇതിൽ OBയുടെ നീളം, ഈ OBയുടെ നീളം 8 സെന്റിമീറ്റർ ആണ്. ഇവിടെ 30 ഡിഗ്രിയാണ്, ഇവിടെ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓരോന്നും കണ്ടെത്താനാണ്. ആദ്യം നോക്കൂ. ഇവിടെ 8 സെന്റിമീറ്റർ ആയതുകൊണ്ട് ABയുടെ നീളം 8ന്റെ പകുതി 4 ഉണ്ടാവും. അതേപോലെ ഇവിടെ 4 ആണെങ്കിൽ OAയുടെ നീളം 4√3 ഉണ്ടാവും. 4√3 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ A എന്ന പോയിന്റ് ഏതാണെന്നാണ് ആദ്യത്തെ ചോദ്യം. A എന്ന പോയിന്റ് കണ്ടെത്താൻ എളുപ്പമാണ്. എങ്ങനെ കണ്ടെത്താം? ഈ 4√3 0, അതാണ് A എന്ന പോയിന്റ്. B എന്ന പോയിന്റ് കണ്ടെത്താൻ എളുപ്പമാണ്. B എന്ന നീളം, B എന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് 4√3, ഈ ഹൈറ്റ് 4. ഇനി ഇവിടെ ഇതിന്റെ നീളം 8 ആയതുകൊണ്ട് ഇവിടെ 120 ഡിഗ്രി ഉണ്ടാവും, ഇവിടെയും 30 ഡിഗ്രി ഉണ്ടാവും. അപ്പൊ ഇത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. അപ്പൊ ഇത് 8 സെന്റിമീറ്റർ ആകുമ്പോൾ BCയുടെ നീളവും 8 സെന്റിമീറ്റർ ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ACയുടെ നീളം 12 സെന്റിമീറ്റർ ഉണ്ടാവും. അപ്പൊ ഇതിന് ഈ C എന്ന പോയിന്റ് 4√3 12 എന്ന് കിട്ടും. 4√3 12 എന്ന് കിട്ടും. ഈ രീതിയിൽ ഇതിനനുസരിച്ച് ചെയ്യാം. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ചതുരത്തിന്റെ ചതുരത്തിന്റെ ചുറ്റളവ് 28 സെന്റിമീറ്ററും ആണ് എങ്കിൽ അതിന്റെ നീളവും വീതിയും കൂടെ കൂട്ടിയാൽ എത്രയാണ്? ഇതിന്റെ പകുതിയാണ് 14 സെന്റിമീറ്റർ ആണെന്ന് കിട്ടും. ഇതിന്റെ നീളം x ആണെങ്കിൽ അല്ലെങ്കിൽ വീതി x ആണെങ്കിൽ നീളം എത്ര എന്ന് ചോദ്യം. 14 - x എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. പിന്നീട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു ഇതിന്റെ ഡയഗണൽ അല്ലെങ്കിൽ വികർണം 10 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം ഇതിന് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ, അതായത് x² + 14 - x² = 10². എന്നിട്ട് അത് സോൾവ് ചെയ്ത് ഈ നീളവും വീതിയും കാണാനാണ്. നമുക്കറിയാം 10 ആണ് ഇവിടെ തന്നിരിക്കുന്നത് എങ്കിൽ 10 സ്ക്വയർ കിട്ടണമെങ്കിൽ 8ന്റെ സ്ക്വയറും 6ന്റെ സ്ക്വയറും കൂട്ടിയാലാണ് 10ന്റെ സ്ക്വയർ കിട്ടുക. അതുകൊണ്ട് നീളവും വീതിയും 8ഉം 6ഉം ആണ് എന്ന് പെട്ടെന്ന് കിട്ടും. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജത്തില് 3 കോണുകൾ തന്നിട്ടുണ്ട്. എയും ബിയും സിയും. 4ാമത്തെ കോൺ എത്രയാണ്? അത് കണ്ടെത്താനുള്ള മാർഗം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 360 വരണം. 3 കോണുകൾ കൂട്ടുമ്പോൾ അപ്പൊ 4ാമത്തെ കോണ് 360 ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും നോക്കുക. അത് കുറയ്ക്കുക. അപ്പൊ ബാക്കി കിട്ടുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 360 കുറച്ചാൽ 110 ഡിഗ്രി എന്ന് കിട്ടും. 110 ഡിഗ്രി എന്ന് കിട്ടും. 110 ഡിഗ്രി. എന്നിട്ട് പിന്നെ ചോദിക്കുകയാണ് ABC ഈ 3 പോയിന്റിലൂടെ ഒരു സർക്കിൾ പാസ് ചെയ്താൽ, ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സർക്കിള് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിയുടെ പൊസിഷൻ എവിടെയാണ്? ഡി വൃത്തത്തിനകത്താണോ പുറത്താണോ എന്ന് മനസ്സിലാക്കുക. അതിനുള്ള മാർഗം ബി എത്രയാണ്? 110 ആണ്. ബി എന്ന് പറയുന്നത് 100 ആണ്, 100 ഡിഗ്രിയാണ്. ഡി എന്ന് പറയുന്നത് 110 ഡിഗ്രിയാണ്. ഈ 100ഉം 110ഉം കൂടെ കൂട്ടുമ്പോൾ 180നേക്കാൾ കൂടുതലുണ്ട്, 210 ഉണ്ട്. 180നേക്കാൾ കൂടുതലായതുകൊണ്ട് ഡി വൃത്തത്തിനകത്താണ്. ഡി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. പിന്നീട് BD വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ A അകത്താണോ പുറത്താണോ എന്നാണ് നോക്കേണ്ടത്. നമുക്കറിയാം A എന്ന് പറയുന്നത് ഇത് വ്യാസമായാൽ, ഡയമീറ്റർ ആയാൽ 90നേക്കാൾ കുറവാണെങ്കിൽ പുറത്തായിരിക്കും, 90നേക്കാൾ കൂടുതലാണെങ്കിൽ അകത്തായിരിക്കും. 70 ആണ്, 90നേക്കാൾ കുറവാണ്, അതുകൊണ്ട് A പുറത്ത്. C എന്ന് പറയുന്നത് 80 ആണ്, 90നേക്കാൾ കുറവാണ്, അതുകൊണ്ട് സിയും വൃത്തത്തിന് പുറത്താണ് എന്ന് മനസ്സിലാവും. അപ്പൊ ഈ 2 പോയിന്റുകൾ എയും സിയും ഈ രണ്ടാമത്തെ കേസിൽ പുറത്താണ്, ഒന്നാമത്തെ കേസിൽ ഡി വൃത്തത്തിന് അകത്താണ്. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യനില് തന്നിരിക്കുന്നത് ഇതാണ്. ഒരു സർക്കിൾ ഉണ്ട്, അതിനകത്ത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് AB എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ഒരു കോൺ 70 ഡിഗ്രി, അടുത്ത കോൺ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. എന്താണ് ഇതിൽ മൂന്നാമത്തെ കോൺ 70 ആകുമ്പോൾ 140, മൂന്നാമത്തെ കോൺ 40 ഡിഗ്രി ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക ആദ്യം. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ sin 70ന്റെയും sin 40ന്റെയും വിലകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. ആദ്യം ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഡയമീറ്റർ വ്യാസം കാണാനാണ്. പിന്നീട് ACയും BCയും കാണണം. ACയും BCയും എല്ലാ സൈഡും കാണണം. ആദ്യം ഡയമീറ്റർ കാണാനുള്ള മാർഗം ഒരു സൈഡ് എടുക്കുക, ഡിവൈഡഡ് ബൈ സൈൻ എടുത്തിട്ട് ഈ ആംഗിൾ കൊടുക്കുക. അതായത് 10 ഡിവൈഡ് ബൈ sin 70. sin 70ന്റെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് 10 ഡിവൈഡ് ബൈ 0.766 സെന്റിമീറ്റർ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നതാണ് ആൻസർ. അടുത്ത് നോക്കൂ, AC. ഇവിടെ AC ആണ് അടുത്ത് കണ്ടെത്തേണ്ടത്. നമുക്കറിയാം ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. 70 ഡിഗ്രിയാണ്. അതുകൊണ്ട് 2 ആംഗിൾ ഈക്വൽ ആയാൽ ഈ ട്രയാംഗിളിന്റെ 2 വശങ്ങൾ തുല്യമാകും, സമപാർശ്വ ത്രികോണമാകും. അതുകൊണ്ട് ഇത് 10 ആയാൽ ഇത് 10, AC 10 സെന്റിമീറ്റർ.
ഇനി മൂന്നാമത്തെ ഒരു വശം കണ്ടെത്താൻ എളുപ്പമാർഗം ഈ കിട്ടിയ ഒരു വശമുണ്ട് നമ്മളെ കയ്യിൽ, ഒരു സൈഡ് കിട്ടിയിട്ടുണ്ട്. അതിന് ഏത് വശമാണോ കാണേണ്ടത് ഇതാണ് നമ്മളെ കയ്യിലുള്ളത്. ഡയമീറ്റർ ആണ്, വ്യാസമാണ്. ഈ ഡയമീറ്റർ ഇൻറ്റു ഇതിന്റെ സൈൻ ആംഗിള് sin 40 വാല്യൂ 0.64. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ഇതിന്റെ ആൻസർ. ഈ രീതിയിൽ 11ാമത്തെ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താം. ഇപ്പൊ നമ്മള് രണ്ടാമത്തെ ഭാഗമായ 5ാമത്തെ ചോദ്യം തൊട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ്. 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഇനി നമ്മൾക്ക് അടുത്തതായി 4 മാർക്കിന്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്മൾക്ക് ഇനി നോക്കാനുള്ളത് 12ാമത്തെ ചോദ്യമാണ്. അതായത് 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതിലെ 12ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 12 4 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതില് ആദ്യം തന്നിരിക്കുന്നത് ഒരു സർക്കുലർ ഡിസ്ക്, ഒരു വൃത്താകൃതിയിലുള്ള ഡിസ്കിനെ അതിനെ 3 പീസുകളായി കട്ട് ചെയ്യുന്നു, 3 ഈക്വൽ പീസുകളായി കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 3 സെക്ടറുകളായി കട്ട് ചെയ്യുന്നു. ഒരു സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എത്രയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സെൻട്രൽ ആംഗിൾ കണ്ടെത്താം. ഇത് 360 ആണ്. 360നെ 3 ഡിവൈഡ് ചെയ്താൽ 120 ഡിഗ്രി ഉണ്ടാവും. 360 ഡിവൈഡ് ബൈ 3 120, 120 ഡിഗ്രി കിട്ടും. ഇനി അടുത്ത ചോദ്യം, ഇതിനെ ഈ ഒരു പീസിനെടുത്ത് ഫോൾഡ് ചെയ്തു, അങ്ങനെ 3 പീസിനെയും ഫോൾഡ് ചെയ്ത് കോണുകളാക്കി മാറ്റിയാൽ ഒരു കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് എത്രയുണ്ടാവും? ഈ 18 സെന്റിമീറ്റർ കണ്ടു. ഇത് തന്നെയാണ് ഇതിന്റെ സ്ലാന്റ് ഹൈറ്റ് 18 സെന്റിമീറ്റർ. Then what is the base radius of this cone? ഈ കോണിന്റെ റേഡിയസ് എത്രയാണെന്നുള്ള അതിന് ഫോർമുല നമുക്കറിയാം. x by 360 equal to x by 3 r by l equal to x by 360, r equal to x by 360 into l. ഇവിടെ x 120 ആണ്, l 18 ആണ്. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 1/3 കിട്ടും. ആൻസർ 18/36 എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ ബേസ് റേഡിയസ്. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ സം ഓഫ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദീസ് 3 കോൺസ്? ഇതിനെ മുറിച്ച് 3 കോണുകളാക്കി മാറ്റിയാൽ ആ 3 കോണിന്റെയും ലാറ്ററൽ സർഫസ് ഏരിയ കൂട്ടിയാൽ എത്രയാണ്? അതായത് ഇത് 3 കൂടെ കൂട്ടിയാൽ എത്രയാണ്? അതായത് ഈ സർക്കിളിന്റെ ഏരിയ കണ്ടാൽ മതി. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഈ സർക്കിളിന്റെ ഏരിയ പൈ r സ്ക്വയർ. ഇതിന്റെ റേഡിയസ് 18 ആണ്. പൈ ഇൻറ്റു 18 സ്ക്വയർ 324 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കാം. ഇനി നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 2 പോയിന്റ് A13 B78 ഈ 2 പോയിന്റും യോജിപ്പിച്ചുണ്ടാക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് എത്രയാണ്, ചെരിവ് എത്രയാന്നുള്ള. ചെരിവ് കാണാൻ 8ൽ നിന്ന് 3 കുറക്കുക, ബൈ 7ൽ നിന്ന് 1 കുറക്കുക. ആൻസർ 5/6 കിട്ടും. പിന്നീട് ചോദിക്കുകയാണ് ഈ ലൈനിലെ പോയിന്റുകൾക്കെല്ലാം എക്സും വൈയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഓൺ ദിസ് ലൈൻ? ഈ ലൈനിൽ അതിന് ചെയ്യാനുള്ള മാർഗം, ഇതേ ലൈനിൽ ഒരു XY എന്നൊരു പോയിന്റ് അഡീഷണൽ ആയിട്ട് ഇടുക. എന്നിട്ട് ഇതിന്റെ സ്ലോപ്പ് കാണുക, y-3/x-1. ആ കിട്ടിയ സ്ലോപ്പിന് y-3/x-1 ഈക്വൽ ടു നേരത്തെ കിട്ടിയ സ്ലോപ്പ് എഴുതുക. അതിനെയാണ് റിലേഷൻ എന്ന് പറയും. അവസാനമായിട്ട് അതിലൊരു ക്വസ്റ്റ്യനും കൂടെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് XY ഈസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ, പ്രൂവ് ദാറ്റ് x+6 y+5 ഈസ് ആൾസോ എ പോയിന്റ് ഓൺ ദിസ് ലൈൻ എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അത് ചെയ്യാനുള്ള മാർഗം ഇത്രയേ ഉള്ളൂ. അതിന്റെയും സ്ലോപ്പ് ഈക്വൽ ആണെന്ന് കാണിക്കുക. അതായത് y+5ൽ നിന്ന് y സബ്ട്രാക്ട് ചെയ്യുക, x+6 നിന്ന് x സബ്ട്രാക്ട് ചെയ്യുക, y+5 നിന്ന് y സബ്ട്രാക്ട് ചെയ്യുക, x+6 നിന്ന് x സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണാം ഇവിടെ ആൻസർ കിട്ടിയത് കട്ട് ചെയ്താൽ അവസാനം 5/6 തന്നെ കിട്ടും. അതായത് സെയിം സ്ലോപ്പ് കിട്ടി. Therefore, if x and y, എക്സും വൈയും ആ ലൈനിലെ ബിന്ദുക്കളാണെങ്കിൽ x+6ഉം y+5ഉം അതേ ലൈനിലെ ബിന്ദുക്കളാണെന്ന് കിട്ടി. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ടേം കാണാനാണ് എളുപ്പമുണ്ട്. 3 + 4 എടുത്താൽ ആൻസർ കിട്ടി 7. ഇതിന്റെ കോമൺ ഡിഫറൻസ് കാണാൻ n² കൂടെയുള്ള നമ്പർ എത്രയെന്ന് നോക്കുക. അതിന്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ, ഇതിന്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ അതും കിട്ടി. ഇനി സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ആണ് കാണണമെങ്കിൽ n-ന്റെ സ്ഥാനത്ത് 10 കൊടുക്കുക. അപ്പൊ 3 × 10² + 4 × 10 340 കിട്ടി. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ, അടുത്ത ചോദ്യം വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ആൻഡ് നെക്സ്റ്റ് 10 ടേംസ് ഓഫ് ദ സീക്വൻസ്? അത് കണ്ടെത്താനുള്ള മാർഗം n²d എന്നുള്ള ഫോർമുല ഓർത്താൽ എളുപ്പമാണ്. 10 × 10, ഇവിടെയും 10 ഇവിടെയും 10, 10 × 10 × 6, 10 × 10 × 6 600 എന്ന് കിട്ടും. അവസാനമായ 15ാമത്തെ ചോദ്യം നോക്കുക. 4 മാർക്കിന്റെ ചോദ്യമാണ്. ഇതില് ഈ ആംഗിള് തന്നിരിക്കുന്നത് AB = AD, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഈ ആംഗിളും 90 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. ആംഗിൾ D ഇത് 75 ഡിഗ്രി ആണ് എന്ന് പറയുന്നു. ഈ 2 സൈഡ് ഈക്വൽ ആയതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവും. ഇത് 45 ഡിഗ്രി ഉണ്ടാവും, ഇത് 45 ഡിഗ്രി ഉണ്ടാവും.
എന്നിട്ട് പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇത് 8 സെന്റിമീറ്റർ ആണ്. ഇത് 8 ആണെങ്കിൽ നമുക്കറിയാം ഇത് 16 ഉണ്ടാവും. കാരണം ഇത് 45, 75 45 പോയാൽ ബാക്കി ഇവിടെ 30 ഉണ്ടാവും. ഇത് 30 90 ആണെങ്കിൽ ഇത് 60 ഉണ്ടാവും. അപ്പൊ 30, 60, 90 എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് 8 ആണെങ്കിൽ ഇത് 16 ഉണ്ടാവും. ഇത് 8 ആണെങ്കിൽ ഇത് 8√3 ഉണ്ടാവും. ഇത് 16 ആണെങ്കിൽ ഇത് അതിന്റെ പകുതിന്റെ കൂടെ √2 ചേർത്താൽ മതി. 16ന്റെ പകുതി. അപ്പൊ 8√2 ആണ് ഇത് കിട്ടുക. ഇതും കിട്ടുന്നത് 8√2 ആണ്. അപ്പൊ അത് കിട്ടി. ബി ഡിയുടെ നീളം 16 കിട്ടി. ഇന്ന് ഇതിന്റെ പെരിമീറ്റർ, ഇതിന്റെ ചുറ്റളവ്. അപ്പൊ 8√2 പ്ലസ് 8 പ്ലസ് 8√3 പ്ലസ് 8√2. അപ്പൊ 16 ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ 16√2 പ്ലസ് 8√3 പ്ലസ് 8. 16√2 പ്ലസ് 8√3 പ്ലസ് 8. അവസാനമായി അതിലൊരു ചോദ്യം കൂടെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇഫ് DC ഈസ് 8√3, ഇത് 8√3 ആണെങ്കിൽ വാട്ട് ഈസ് AD എത്രയാണെന്ന്. ഇതേ ചോദ്യം തന്നെയാണ്. ആൻസർ 8√2. അവസാനത്തെ പാർട്ട് പുതിയ ക്വസ്റ്റ്യൻ ആവാൻ സാധ്യതയില്ല. ആദ്യത്തിന്റെ ബാക്കി തന്നെ ആയിരിക്കും. അപ്പൊ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.